ഇതെന്തോന്നടാ? എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച സുലയ ടീച്ചർ പഠിപ്പിച്ചതാണ്. എന്തോന്ന് മക്കളെ ഇത്? ഇത് മലയാളം. എന്താ പറഞ്ഞ എനിക്ക്? ഇത് വായിക്കട്ടാ. അത് ആരാ? നീ ആരാ? ഇതൊക്കെ ആരാ ചോദിക്കുന്നേ? ഇത് തുമ്പി ചോദിക്കണം മണ്ണിരയുടെ അടുത്ത്. അപ്പൊ മണ്ണിര ഈ ചെടിയുടെ അടുത്ത് ചോദിക്കുന്നു, നീ ആരാ? അപ്പം ഈ വിത്ത് പറയാണ്, ഞാൻ ചെടി. വിത്ത് എങ്ങനെ വന്ന അവിടെ? ഇത് കണ്ട? ഓ ഇത് ഒരു വിത്താണ്. വിത്തല്ല, മറ്റൊരു പഴമാണ്. ഈ കിളി കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോ അടിയിൽ താഴെ വീണ് പോയി. താഴെ വീഴാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ ചെതറിപ്പോയി. താഴെ വീണ് ചെതറിപ്പോയപ്പോ എല്ലാ മുട്ടുകളും ചെതറി ഓരോരോ സ്ഥലത്തായിപ്പോയി. ഒരു മുട്ട് മാത്രം ഉരുണ്ടുരുണ്ട് ഒരു മരത്തിന്റെ അടുത്ത് ചെന്ന് കിടന്നു. വിത്ത് നോക്കിയപ്പോ മരത്തിൽ നിറച്ചു പൂ. പക്ഷെ ഇത് പൂ വരയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അങ്ങനെ പൂ കണ്ടപ്പോ നല്ല രസം. അങ്ങനെ നമ്മൾ ഒരു കാറ്റൊക്കെ വരൂലേ, കാറ്റ് വന്നടിച്ചപ്പോ ഒരു ഇല മാത്രം വിത്തിനെ മൂടി. അപ്പൊ വിത്ത് സുഖമായി ഉറങ്ങി. അത്രേ ഉള്ളോ? അല്ല, ഇനിയുണ്ട്. ഇനി എന്താ? അങ്ങനെയായി. അപ്പൊ കുഞ്ഞു വിട്ട് ഉണർന്നില്ല. രാവിലെയും ഉറങ്ങിക്കിടന്നു. അപ്പൊ മരത്തിന്റെ വേര് വന്ന് വിളിച്ചു, കുഞ്ഞുവിട്ടേ കുഞ്ഞുവിട്ടേ എന്ന് വിളിച്ചു. അത്രേ ഉള്ളോ? വിത്ത് മുളയ്ക്കുന്നത് എന്തെങ്കിലും പറഞ്ഞോ ടീച്ചർ? വിത്ത് മുളയ്ക്കാനായിട്ട് പറഞ്ഞില്ല, ഇത് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ കുഞ്ഞു വിത്ത് ഉണർന്നില്ല. വീണ്ടും രണ്ടാമത് മഴത്തുള്ളി വന്ന് വിളിച്ചു, കുഞ്ഞു വിത്തേ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ കുഞ്ഞു വിത്ത് എണീച്ചു. പതുക്കെ കണ്ണു പറഞ്ഞു. കണ്ണു പറഞ്ഞപ്പോ അന്നത്തെ പോലെ തന്നെ നിറയെ പൂക്കൾ കണ്ടു. അത്രേ ഉള്ളോ? അപ്പൊ ടീച്ചർ പറഞ്ഞ്, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചിരട്ടയില് കുറച്ച് പയറിടണം, അത് കഴിഞ്ഞ് മണ്ണിടണം, മണ്ണിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം. ഇങ്ങനെ കോരി വാരി വയ്ക്കല്, കുറച്ച് ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കണം. തളിച്ചു കൊടുത്തിട്ട് അവരെ ഒരു മണ്ണിൽ ഇങ്ങനെ വയ്ക്കണം. അപ്പൊ വളർന്ന് വരും. കുഞ്ഞു കുഞ്ഞ് രണ്ട് ഇല വരും. ആദ്യം രണ്ട് ഇല വരും. ഇതാരാ പഠിപ്പിച്ചേ? ടീച്ചറിന്റെ പേരെന്താ? സുലേഖ. ടീച്ചറുടെ ക്ലാസ്സിൽ പറഞ്ഞതാണോ ഇത്?